ഈ റെൻഡറിംഗ് പ്ലാന്റ് മേഖലയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് സ്റ്റാഫിനെ കിട്ടാനില്ലാത്തത്. ഈ മേഖലയിൽ 10 വർഷമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഞാൻ ഈ ബിസിനസ്സുമായിട്ട് തുടക്കകാലത്ത് തുടങ്ങുമ്പോൾ ഞാൻ സ്വയം പോയിട്ട് വേസ്റ്റ് കളക്ഷൻ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോഴെനിക്കിത് നന്നായിട്ട് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. വീട്ടിലെത്തി കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാറില്ല ഇതിൻ്റെ സ്മെല്ല് കൊണ്ട്. 5 വർഷത്തിന് മുകളിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതെങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സ്റ്റാഫ് കൂട്ടത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളത്തെക്കാട്ടിലും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ സുരക്ഷയാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാഫുകൾക്ക് നമ്മൾ നല്ല കട്ടിയുള്ള ഗ്ലൗസ് കൊടുക്കുക എന്നാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കത്തി ഉണ്ടാവാം, പിന്നെ ഇരുമ്പ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം, കൈ മുറിയാൻ സാധ്യതയുണ്ട്. ആ മുറിവിലൂടെ പിന്നെ ഇതിൻ്റെ അണുക്കളൊക്കെ പോയിട്ട് ചിലപ്പോൾ കൈ പഴുക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഷൂസ് നമ്മൾ അവർക്ക് കൊടുക്കുക. അതിൻ്റെ കഴിയുന്നതും കുറച്ച് വലിയ മുട്ടപ്പ് എത്തുന്ന ഷൂ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അഴുക്കൊന്നും പോയി അവരുടെ കാലൊന്നും അങ്ങനെ മലിനമാകില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് N95 മാസ്ക് കൊടുക്കുക. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമറ്റും കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഇത് എന്തിനാണ് ഈ ഹെൽമറ്റ് എന്ന്. അത് കാരണം എന്ന് പറഞ്ഞാൽ രാത്രി പണിയെടുക്കുന്ന സമയത്ത് ചില ചിക്കൻ കടകൾ ഇരുട്ടത്തുള്ളിലും പിന്നെ കുറച്ച് താഴ്ന്നിട്ട് സ്റ്റെപ്പിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോകേണ്ടി വരിക. ആ പോകുമ്പോഴത്തേനും ചിലപ്പോൾ തലമുട്ടാനും പിന്നെ താഴ്ന്നു നിൽക്കുന്ന കമ്പിയൊക്കെ കുത്താനൊക്കെ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ അതുപോലെ നമ്മുടെ പണിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും വരരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കമ്പനികളിൽ എല്ലാവർക്കും ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അതെടുത്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലുള്ളവർക്കും ഒരു ഉറപ്പായി, അവർക്കും ഒരു കോൺഫിഡൻസ് ആയിരിക്കും പണിയെടുക്കുന്നതിൽ. അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, കറക്റ്റ് ഡേറ്റിന് തന്നെ ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയാണ് സമൂഹത്തിന് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഡേറ്റിന് പല കമ്മിറ്റ്മെൻറ്റുകളും ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് സമയത്ത് ഡേറ്റ് തെറ്റാതെ ശമ്പളം അവർക്ക് കറക്റ്റായി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നൊരു കാര്യം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളിലൊരു വിശ്വാസം വരും. അവർക്ക് വേണ്ടത് ഒരു ഉറപ്പാണ്. ഈ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഒരിക്കലും നമ്മളെ വിട്ട് എങ്ങും പോകില്ല.